ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്, ഹനുമത് സ്വാമി കി ജയ്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മളൊന്ന് വിചാരം ചെയ്യുന്നത് രാമായണത്തിൻ്റെ സമകാലീന പ്രസക്തിയെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം, രാമായണം രചിച്ചത് ശ്രീ വാൽമീകി മഹർഷിയാണ്. ആ വാൽമീകി മഹർഷി ഇതൊരു വെറും കഥയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു കഥയല്ല രാമായണം എന്ന് വ്യക്തമാക്കുന്നതാണ് രാമായണത്തിലെ ഒരു കഥാപാത്രമായി ശ്രീ വാൽമീകി മഹർഷി തന്നെ പലയിടങ്ങളിലും നമുക്ക് കാണാം എന്നുള്ളത്. അതായത്, വാൽമീകി മഹർഷി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, തന്നോടൊപ്പം ജീവിച്ച തൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ തൻ്റെ തൂലികയിലൂടെ, അക്ഷരങ്ങളിലൂടെ പിന്നീടുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടോ, അല്ല തൻ്റെ ജീവാമൃതമാണ് അക്ഷരങ്ങൾ എന്നുള്ളത് കൊണ്ടോ അതിലൂടെ കോറിയിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കാവ്യമാണ് രാമായണം. അതുകൊണ്ടാണ് മഹാഭാരതവും വാൽമീകി രാമായണവും എന്നിങ്ങനെ രണ്ട് ഇതിഹാസങ്ങളാണ് ഭാരതത്തിനുള്ളത് എന്ന് പറയുന്നത്. അഥവാ ഈ ലോകത്തിന് തന്നെ മഹത്തരമായ ഏറെ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങളാണ്. അത് കാലാതീതമായി ഇന്നും എന്നും നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ ലോകത്തിലും, എല്ലാ കാലത്തിലും, എല്ലാ ദേശത്തിലും അതിന് പ്രാധാന്യമുണ്ട്. ഈ രണ്ട് ഇതിഹാസങ്ങൾ പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ അത് ഇന്നും എന്നും എല്ലാ കാലത്തും നിലനിൽക്കാൻ കാരണം തന്നെ ഈ രണ്ട് ഇതിഹാസങ്ങളിലും ഉള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അഥവാ ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവണൻ എന്ന 10 തലയുള്ള ഒരു മനുഷ്യനുണ്ടാവില്ല, രൂപത്തിൽ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല ഇന്ന് എങ്ങും തന്നെയും പരിശോധിച്ചാൽ. പക്ഷേ രാവണനായാലും അർജുനനായാലും ശ്രീരാമചന്ദ്ര ഭഗവാനായിരുന്നാലും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്നും ധർമ്മം വിട്ട് കളിക്കാത്ത ധാരാളം മഹത്തുക്കൾ, ധർമ്മത്തിലൂടെ ചരിക്കുന്ന ധാരാളം മഹാത്മാക്കൾ ഇന്നും നമ്മുടെ ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ തുടങ്ങി മഹാഭാരതത്തിലെ ആണെങ്കിലും വാൽമീകി രാമായണത്തിലെ ആണെങ്കിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയും ഇന്നും നമ്മളിലൂടെയും നമ്മുടെ ചുറ്റിനുമുള്ള ഒരു ലോകത്തിലൂടെയും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്നും ഈ ഇതിഹാസങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത്. ഒരു പക്ഷേ മറ്റുള്ള 18 പുരാണങ്ങളും ഉണ്ടായിട്ടും അതിനും മേലെയായി
ഇന്നും ഈ രണ്ട് ഗ്രന്ഥങ്ങൾ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിലനിന്നു പോകുന്നത് അവരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും അവരിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ രണ്ട് ഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്നും വിഭിന്നങ്ങളായവയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായതല്ലാത്തവയോ അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇനിയും രാമായണത്തിലേക്ക് വന്നാൽ, രാമായണം എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയാറുണ്ട്, രാമസ്യ അയനം ഇതി രാമായണം, അതേപോലെ രാമായ അയനം ഇതി രാമായണം. ഇങ്ങനെ രണ്ട് തരത്തിലും ഈ രാമായണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. രാമന്റെ അയനമാണ് രാമായണം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതമാണ്, നടന്ന വഴികളാണ്, ധർമ്മത്തിൻ്റെ മാർഗമാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നോക്കൂ, ഈ രാമായണം വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ടവയാണ് എന്ന് നമുക്കറിയാം. ശ്രീരാമചന്ദ്ര ഭഗവാൻ ജീവിച്ചിരുന്നത് ത്രേതായുഗത്തിലാണ്. ആ ത്രേതായുഗവും കടന്ന് ദ്വാപരയുഗവും കടന്ന് കലിയുഗത്തിൽ ഇന്ന് ഏകദേശം 5000-ത്തിലേറെ വർഷങ്ങൾ കടന്നിട്ടും ഇന്നും യുഗങ്ങൾക്ക് മുൻപേ രചിക്കപ്പെട്ട രാമായണം ഇന്ന് നമ്മുടെ ഇടയിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തുന്നത് നോക്കൂ. അന്ന് ആ രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്ന വാൽമീകി മഹർഷി രചിച്ച ആ രാമായണത്തിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ലതാദികളും ഒക്കെയും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ആ കഥയെ അല്ലെങ്കിൽ അന്ന് നടന്ന ആ സംഭവത്തിൽ ഇതിനെല്ലാം പ്രകൃതിക്ക് തന്നെയും ഒരു പ്രധാന പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ലതകളും ഒക്കെ മനുഷ്യരെ പോലെ തന്നെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. നമുക്കറിയാം, ജടായു, സമ്പാദി പോലെയുള്ള പക്ഷികള്, ധാരാളം കുരങ്ങന്മാര്, ഹനുമൽ സ്വാമി ഉൾപ്പെടെയുള്ള ധാരാളം പേര്, അങ്ങനെ മൃഗങ്ങളായും പക്ഷികളായും വൃക്ഷലതാദികള്. ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടു പോയതിന് ശേഷം വൃക്ഷലതാദികളോട് പോലും കേണ് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, എൻ്റെ സീതാദേവിയെ കണ്ടുവോ നിങ്ങള്? ആ ഇന്ദീവരാക്ഷിയെ കണ്ടുവോ നിങ്ങള്? എവിടെ മമ പ്രാണസഖി എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. അപ്പോൾ അവയ്ക്കൊക്കെ മനുഷ്യരെ പോലെ തന്നെ തുല്യമായ ഒരു പ്രാധാന്യം വൃക്ഷലതാദികൾക്കും വാൽമീകി മഹർഷി അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ നമ്മളൊക്കെ ആയിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മുടെ കൺമുൻപിൽ കാണുന്ന സർവ്വതിനോടും അന്വേഷിക്കുന്നത് പോലെ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാമായണത്തിലുടനീളം നമുക്ക് കാണുവാനാകുന്നത്. പോരാങ്കിൽ വാൽമീകി മഹർഷി ആ വിധത്തിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളും ആ കഥാപാത്രത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ കാണുവാനും കഴിയും. സീതാദേവിയെ നഷ്ടപ്പെടുന്ന ഒരു വേളയിൽ
മനംനൊന്ത് വിലപിച്ച് നടക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ. അതേപോലെ അതേ സീതാദേവിയെ രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് തിരികെ അയോധ്യയിൽ വരുന്ന വേളയിൽ പൊതുജനത്തിന്റെ തൻ്റെ പ്രജകളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ മുഖ്യധർമ്മം അതാണ് എന്ന് ഒരു ഭരണാധികാരിയുടെ മുഖ്യധർമ്മം പ്രജാപരിപാലനമാണ്, പ്രജാഹിതമാണെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ന ഭരണാധികാരി തൻ്റെ കുടുംബത്തിനും മേലെയാണ്, തൻ്റെ ഭർത്താവെന്ന ധർമ്മത്തിനു മേലെയാണ് തൻ്റെ മുഖ്യധർമ്മമായിട്ടുള്ള പരിപാലനം, പ്രജാഹിതം എന്ന് തിരിച്ചറിഞ്ഞ ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ ഉപേക്ഷിക്കുമ്പോഴും പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അവിടെ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വാൽമീകി മഹർഷി കുമാരനോടൊപ്പം സീതാദേവിയെ ഉപേക്ഷിക്കുവാൻ കൊടുത്തുവിടുമ്പോൾ അവിടെയും നോക്കൂ, സുമന്ത്രരാണ് അവിടെയും തേരോടിച്ച് കൊണ്ടുപോകുന്നത്. ഇതേ സുമന്ത്രര് തന്നെയായിരുന്നു വനവാസത്തിനായി പുറപ്പെടുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണകുമാരനെയും സീതാദേവിയെയും തേര് തെളിച്ചു കൊണ്ടുപോയതും. ഇങ്ങനെ സീതാദേവിയെ ഉപേക്ഷിക്കുവാനായി ലക്ഷ്മണകുമാരനോടൊപ്പം പറഞ്ഞുവിടുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ അല്പം പോലും അവിടെ പതറുന്നില്ലെന്ന് നമുക്ക് കാണാം. ഒരിക്കൽ തന്നിൽ നിന്നും ദൂരെ പോയ, തനിക്ക് നഷ്ടപ്പെട്ട സീതാദേവി ഓർത്ത് വിലപിച്ചുകൊണ്ട് നടന്നിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ പിന്നീട് ഒരു വേളയിൽ അതേ സീതാദേവിയെ ഉപേക്ഷിക്കുവാൻ സ്വയം തയ്യാറായപ്പോൾ അല്പം പോലും പതറുന്നില്ല എന്ന് നമുക്ക് കാണാം. ഒരു പതിയുടെ ധർമ്മം അവിടെ രാജധർമ്മത്തിനെ അപേക്ഷിച്ച് അപ്രധാനമാണ്, അല്ലെങ്കിൽ അതിന് രണ്ടാമത്തെ സ്ഥാനമാണ്. അത് ഗൗണധർമ്മമായി മാറുന്നു. ഒരു ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ രാജധർമ്മമാണ് മുഖ്യധർമ്മം എന്ന് കാണിച്ചു തരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ധർമ്മം എന്താണ് എന്ന് നല്ല ബോധ്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. രാജ്യവും പ്രജകളും സമ്പത്തും ഭരണവും കയ്യിൽ വന്നു കഴിയുമ്പോൾ തൻ്റെ കുടുംബ പരിപാലനത്തെക്കാൾ മുഖ്യം രാജ്യത്തിൻ്റെ നന്മയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഭരണാധികാരിയായിരുന്നു. പക്ഷേ ലക്ഷ്മണകുമാരൻ എന്ന അനുജൻ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ച് വാൽമീകി മഹർഷിയുടെ സമീപം കൊണ്ടുപോയി ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ വല്ലാതെ വിങ്ങി പൊട്ടുന്നുണ്ട് സീതാദേവിയോട് സത്യം വെളിപ്പെടുത്തിയിട്ട്. കാരണം സീതാദേവിയുടെ പാതിവൃത്യം, മനഃശുദ്ധി നന്നായി അറിയുന്ന ആളായിരുന്നു ലക്ഷ്മണകുമാരൻ. ശ്രീരാമചന്ദ്ര ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ തൻ്റെ ധർമ്മത്തിനായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത്. ലക്ഷ്മണകുമാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ബന്ധങ്ങളുടെ മൂല്യത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരിക്കൽ പോലും ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നില്ല വനത്തിലേക്ക് പോകണമെന്ന്. എന്നെ ബന്ധിതനാക്കിയിട്ട് നീ രാജാവായി വാഴൂ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ശ്രീരാമചന്ദ്ര ഭഗവാന് ചെയ്യാമായിരുന്നു. കാരണം അവിടെ മാതുലന്റെ അടുത്ത് നിന്ന് ഒരു പക്ഷെ തിരികെ വരാമെന്ന ഭരതനും തന്നോടൊപ്പം നിൽക്കും. ലക്ഷ്മണകുമാരൻ തന്നോടൊപ്പം തന്നെയുണ്ട് ആ കാര്യത്തിൽ. അല്ലെങ്കിൽ തന്നെയും ലക്ഷ്മണകുമാരൻ ഇത് അറിഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു രംഗം നമുക്ക് രാമായണത്തിൽ കാണാം. അവിടെ ലക്ഷ്മണകുമാരൻ പറയുന്നുണ്ട്, വൃദ്ധനായിട്ടുള്ള സ്ത്രീജിതനായിട്ടുള്ള പിതാവിനെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജ്യേഷ്ഠ അങ്ങ് വനവാസത്തിന് പോകേണ്ടതില്ല, ഞാൻ ഇപ്പോൾ തന്നെ പിതാവിനെ വധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്മണകുമാരൻ എന്തായാലും തന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ അറിയാം. പക്ഷേ അപ്പോഴും ധർമ്മം, പുത്രധർമ്മം എന്താണോ അത് താൻ
അനുസരിക്കേണ്ടവനാണ്, ആ മാർഗത്തിൽ ചരിക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തിൽ ധർമ്മത്തിന്റെ പാത തിരഞ്ഞെടുത്തപ്പോൾ ലക്ഷ്മണകുമാരൻ അപ്പോഴും അല്ല, അവിടെ പുത്രധർമ്മത്തെക്കാൾ വലുതാണ് തനിക്ക് തൻ്റെ ജ്യേഷ്ഠനോടുള്ളത്. അച്ഛനെ വധിച്ചിട്ടാണെങ്കിലും ജ്യേഷ്ഠനെ രാജ്യാവാക്കി വാഴിക്കണം. ജ്യേഷ്ഠൻ സങ്കടപ്പെടുന്നത് കാണാൻ, വനവാസത്തിന് പോയി കഷ്ടപ്പെടുന്നത് കാണാൻ തനിക്കാവില്ല എന്ന് തോന്നി അവിടെ ലക്ഷ്മണകുമാരന്. അതേപോലെ തന്നെയാണ് വനത്തിൽ കൊണ്ടുപോയി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം കൊണ്ടുപോയി സീതാദേവിയെ ഉപേക്ഷിക്കുമ്പോഴും ലക്ഷ്മണകുമാരൻ ഒരു നിറസാന്നിധ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഒരു പക്ഷേ ലക്ഷ്മണകുമാരൻ ഏറ്റവും അധികം മനം നൊന്ത് വിലപിക്കുന്നത് നമ്മൾ കാണുന്നത്. കാരണം താൻ ചെയ്യുന്നത് ഏറ്റവും വലിയ അധർമ്മമാണെന്ന് ലക്ഷ്മണകുമാരൻ്റെ മനസ്സിനെ വീണ്ടും പലയാവർത്തി അത് മതിക്കുന്നത് പല വേളകളിലും നമുക്ക് കാണാം. പറയുന്നുണ്ട്, വേണ്ടിയിരുന്നില്ല, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു ഉള്ളിലെ ഒരു കുറ്റബോധം കുമാരനിലൂടെ പിന്നീട് പലയാവർത്തി അത് പുറത്തു വരുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷേ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഉപേക്ഷിച്ചപ്പോഴും ലക്ഷ്മണകുമാരന് അത്രയും ഒരു സങ്കടം തോന്നിയില്ല. അതിലേറെ വിങ്ങുന്ന വേദനയായിരുന്നു പതിവ്രതയായ തൻ്റെ ജ്യേഷ്ഠപത്നിയായിട്ടുള്ള സീതാദേവിയെ അമ്മയ്ക്ക് തുല്യം കണ്ട് സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, പൂജിച്ചിരുന്ന, പാദപൂജ ചെയ്തിരുന്ന ആ സീതാദേവിയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണകുമാരനുണ്ടായത്. ഇങ്ങനെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യരെ പോലെ വികാരങ്ങളാൽ പലപ്പോഴും മതിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. ജ്യേഷ്ഠനും ജ്യേഷ്ഠപത്നിയുമൊക്കെ വനവാസത്തിന് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ കോപാധിക്യത്താൽ സ്വന്തം പിതാവിനെ പോലും വധിച്ചിട്ടാണെങ്കിലും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ സഹോദരിയെയും ആ അയോധ്യയിലെ പ്രജകൾക്ക് യുവരാജാവായി വിട്ടുകൊടുക്കണം, വാഴിക്കണമെന്ന് ആഗ്രഹിച്ച ലക്ഷ്മണകുമാരൻ അതിനുശേഷവും ആ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠപത്നിയുടെയും സംരക്ഷണത്തിനായി താനെ ഇറങ്ങി പുറപ്പെട്ട ലക്ഷ്മണകുമാരൻ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സംരക്ഷിക്കുവാൻ അദ്ദേഹം മതിയാകുമെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആ ഭഗവാൻ എപ്പോഴെങ്കിലും ഭഗവാന്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ജ്യേഷ്ഠപത്നിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുവെങ്കിലോ എന്ന് കരുതിയിട്ട് ആ ജ്യേഷ്ഠപത്നിയുടെ സംരക്ഷണത്തിനായിക്കൊണ്ട് അവരോടൊപ്പം വനവാസത്തിന് പുറപ്പെടുന്ന ലക്ഷ്മണകുമാരൻ. പക്ഷേ അപ്പോഴും ആ വനവാസത്തിന് പോയിരുന്ന അത്രയും കാലവും ജ്യേഷ്ഠ പത്നിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ലക്ഷ്മണകുമാരൻ ഒരു വേള ജ്യേഷ്ഠന്റെ തന്നെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഭാവം നമുക്ക് കാണാം. അവിടെ അയോധ്യയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഭരതകുമാരനും തങ്ങളുടെ പ്രിയ മാതാക്കളും മറ്റുള്ള സുമന്ത്രരും മറ്റുള്ള വൻപടയോടുകൂടി വരുമ്പോൾ ജ്യേഷ്ഠനെ ആക്രമിക്കാൻ വരികയാണോ എന്ന് ഒരു വേള സന്ദേഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സാധാരണ മനുഷ്യനെ പോലെ അപ്പോഴും ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠ പത്നിയുടെയും സംരക്ഷണം ഏറ്റെടുത്ത് യുദ്ധത്തിന് ഒരുങ്ങുന്നുണ്ട് അവിടെ ലക്ഷ്മണകുമാരൻ. പക്ഷെ അതിലേറെ ലക്ഷ്മണകുമാരനെ നമുക്ക് ഒരു യോദ്ധാവ് എന്നതിലേറെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനായി നമ്മൾ കാണുന്നത് സീതാദേവിയെ ഉപേക്ഷിക്കുന്ന സമയത്താണ്. വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് മടങ്ങി വരുന്ന ലക്ഷ്മണകുമാരൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയും വാക്കുകളും അത് അത്യന്തം ഓരോ മനുഷ്യ മനസ്സിനെയും വേദനിപ്പിക്കുന്നതാണ്. ഇങ്ങനെ സാധാരണയിൽ സാധാരണക്കാരനായിട്ടുള്ള ലക്ഷ്മണകുമാരൻ ഇനി സീതാദേവിയെക്കുറിച്ച് ചിന്തിച്ചാൽ മണ്ണിൽ നിന്ന് വന്ന മണ്ണിലേക്ക് തിരികെ പോയ സീതാദേവിയാണ്.
ഒരു പക്ഷെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലം, സന്തോഷമായിരുന്നത് ആ വനവാസത്തിന് പോയിരുന്ന കാലമാണ്. രാവണൻ കട്ടുകൊണ്ടു പോകുന്നതിന് മുൻപ് ശ്രീരാമചന്ദ്ര ഭഗവാനോടൊപ്പം സുഖമായി സന്തോഷമായി കഴിഞ്ഞൊരു കാലമാണ്. ധർമ്മം എന്താണെന്ന് നന്നായി അറിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സീതാദേവിയുടേത്. ബ്രഹ്മതത്വം നന്നായി അറിയുന്ന ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതാദേവി ഒരു വേള ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നുണ്ട്, ഞാൻ ജനകപുത്രിയാണ് എന്ന് പറഞ്ഞാൽ ധർമ്മം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ധർമ്മത്തിന്റെ പാതയിൽ തനിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല എന്ന ഒരു ഉറപ്പാണ് ആ വാക്കിൽ വരുന്നത്. ദശരഥ മഹാരാജാവിന് ഒരുപാടിടങ്ങളിൽ തെറ്റുകൾ പറ്റുന്നുണ്ട്. 3 പത്നിമാരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയായിരുന്നു ദശരഥ മഹാരാജാവ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇത്രയേറെ ദുഃഖങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നത്. എന്നാൽ ജനക മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭർത്താവായും അച്ഛനായും അതേസമയം നല്ലൊരു ഭരണാധികാരിയായും ഒക്കെ ജീവിച്ച വ്യക്തിയാണ് ജനക മഹാരാജാവ്. അതിലേറെ നമുക്കറിയാം, സാക്ഷാൽ ശ്രീശുക മഹർഷിക്കു പോലും ആത്യന്തികമായ ബ്രഹ്മതത്വത്തെ ഉള്ളിൽ ഉറപ്പിച്ചു കൊടുത്തത് ജനക മഹാരാജാവാണ്. അങ്ങനെയുള്ള ആ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ ജാനകി ദേവി എങ്ങും എവിടെയും ഒരിക്കൽ പോലും തൻ്റെ പതിയെ തന്നെ വനത്തിൽ ഉപേക്ഷിച്ച ശ്രീരാമചന്ദ്ര ഭഗവാനെ ഒരിക്കൽ പോലും എങ്ങും കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാനാവില്ല. കാരണം അവിടെ തൻ്റെ പതിയുടെ ധർമ്മം, മുഖ്യ ധർമ്മമാണ് അവിടെ പതി അനുഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അസാമാന്യ വ്യക്തിപ്രഭാവമുള്ള ധർമ്മബോധമുള്ള സീതാദേവിക്ക് അറിയാമായിരുന്നു. എന്നാൽ വേണ്ട സമയത്തൊക്കെയും ധർമ്മത്തെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്. നമുക്കറിയാം, താടകയെ വധിച്ചത് മുതൽ ഇങ്ങോട്ട് എത്രയെത്രയോ വധങ്ങൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ചെയ്തിരിക്കുന്നു. ബാലി നിഗ്രഹമായിരുന്നാലും പിന്നീട് ഇങ്ങോട്ട് എത്രയെത്ര വധങ്ങൾ അതിനു മുൻപും അതിനു ശേഷവും ചെയ്തിരിക്കുന്നു. അപ്പോഴൊക്കെ സീതാദേവി ചോദിക്കുന്നുണ്ട്, തനിക്ക് നേരിട്ട് വൈരമില്ലാത്തവരോട് അല്ലെങ്കിൽ തന്നെ ദ്രോഹിക്കാത്തവരോട്, തന്നോട് ഒരു തരത്തിലും അധർമ്മം ചെയ്യാത്തവരെയൊക്കെ വധിക്കുന്നത് എങ്ങനെയാണ് നാഥ ധർമ്മമാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ഇപ്പോൾ ബാലിയെയൊക്കെ നോക്കിയാൽ ലോകത്തിന്റെ കണ്ണിൽ അധർമ്മം എന്ന് തോന്നാം, പക്ഷെ നമ്മളോട് നേരിട്ട് അവർക്ക് യാതൊരു വൈരവുമില്ല. അങ്ങനെയുള്ള ആളിനെയൊക്കെ ഇങ്ങനെ വധിക്കുന്നത് ധർമ്മമാണോ? തുടങ്ങി പല സന്ദർഭങ്ങളിലും സീതാദേവി ധർമ്മോപദേശം ചെയ്യാതെ തന്നെ ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനം നടത്താൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവസരമൊരുക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ എന്താണ് ഒരു പത്നിയുടെ ധർമ്മം? വേണ്ട സമയത്ത് ഭർത്താവിന് വേണ്ട ഉപദേശം കൊടുക്കുവാനും സീതാദേവി മടിക്കുന്നില്ല. അതേസമയം അവസാനം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനരികിൽ തന്നെ കൊണ്ടൊന്ന് ഉപേക്ഷിക്കുമ്പോൾ കുറ്റപ്പെടുത്താത്ത സീതാദേവിയുടെ ആ സ്ത്രീരത്നത്തിൻ്റെ വ്യക്തിപ്രഭാവം എത്രമാത്രം ഉന്നതമാണ് എന്നും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി രാവണനിലേക്ക് വന്നാൽ, ഒരു തരത്തിലും താൻ അർഹിക്കാത്തതാണ്
സീതാദേവിയെ ഒന്ന് പരപുരുഷന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ തന്നെയും തനിക്ക് അർഹിക്കുവാൻ യാതൊരു അവകാശവുമില്ലാത്ത ആ സ്ത്രീരത്നത്തെ കട്ടുകൊണ്ടുപോയപ്പോൾ അവിടെ രാവണൻ നനച്ചിട്ടുണ്ടാവാം താൻ നേടിയിരിക്കുന്നു. താൻ എന്താഗ്രഹിച്ചോ താൻ അത് നേടി. അതിന് സ്വീകരിച്ച മാർഗം അധർമ്മത്തിൻ്റെതായിരുന്നാലും, ചെയ്യുന്ന കർമ്മം അധർമ്മമായിരുന്നാലും രാവണനെ അത് രാവണനിൽ കുറ്റബോധം ഉളവാക്കുന്നില്ല, തളർത്തുന്നുമില്ല. അതിനിടയാക്കിയ ശൂർപ്പണഖ എന്ന രാവണ സഹോദരി ചെയ്തതും ഇതേപോലെ ഒരു അധർമ്മം. രാമൻ എന്ന പുരുഷനെ ആഗ്രഹിച്ചു വന്നിട്ട് കിട്ടാതെ വരുമ്പോൾ സീതാദേവിയുടെ നേരെ തന്നെ ആക്രമണത്തിന് മുതിരുമ്പോഴാണ് ലക്ഷ്മണകുമാരൻ അമ്പെയ്യുന്നത്, കാതും നാസികയും ഒക്കെ മുറിക്കുന്നത്. പക്ഷെ അപ്പോഴും തൻ്റെ തെറ്റുകളെ ശരികളാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി രാവണ കൊട്ടാരത്തിൽ വന്ന് ശൂർപ്പണഖ പറഞ്ഞത്, അല്ലയോ സഹോദര, അങ്ങയ്ക്ക് അതിസുന്ദരിയായിട്ടുള്ള ഒരു കന്യകയെ, ഒരു യുവതിയെ ഞാൻ കണ്ടു കാട്ടിൽ രാമനോടൊപ്പം. ആ സുന്ദരിയെ അങ്ങയ്ക്ക് വിട്ടുതരാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ സുന്ദരിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിക്കുവാൻ വേണ്ടി തുനിഞ്ഞ എന്നെ ലക്ഷ്മണൻ മുറിച്ചുവിട്ടു എന്നാണ് പറഞ്ഞത്. നോക്കൂ, തൻ്റെ തെറ്റുകളെ പൊതിഞ്ഞുകൊണ്ട് തൻ്റെ ശരികളാക്കി താൻ ആരോടാണോ പറയുന്നത് അവർക്ക് പ്രിയം വരത്തക്ക വിധത്തിൽ വസ്തുതകളെ വളച്ചൊടിച്ചു പറയുന്നതിനുള്ള ഒരു കഴിവ്, ഒരു മികവ് ശൂർപ്പണഖയിൽ നമുക്ക് കാണാം. ഇന്നും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റിനും ഇന്നും ഈ ലോകത്ത് നമുക്ക് കാണാം. അവിടെ രാവണൻ മറ്റൊന്നും നോക്കാതെ പൊതുവെ സ്ത്രീലമ്പടനായിട്ടുള്ള രാവണൻ സീതാദേവിയുടെ രൂപവർണ്ണനകൾ കേട്ടപ്പോൾ തൻ്റെ നിദ്രയ്ക്ക് പോലും ഭംഗം വരുത്തുന്ന വിധത്തിൽ ആ ചിന്തകൾ വല്ലാതെ രാവണന്റെ മനസ്സിനെ മഥിച്ചപ്പോൾ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള ആ അതിമോഹം, തനിക്ക് പദവിയുണ്ട്, ആൾബലമുണ്ട്, സമ്പത്തുണ്ട് തുടങ്ങി എല്ലാം തികഞ്ഞിരിക്കുന്നു തനിക്കെന്നുള്ള ചിന്ത, ആ ചിന്ത രാവണനെ കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂര കൃത്യത്തിന്, ഹീനകൃത്യത്തിന് മുതിരിടാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇന്നും നമുക്ക് ഇതേപോലെയുള്ള രാവണന്മാരെ, ഈ 10 തല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് രാവണന് തൻ്റെ കാര്യങ്ങൾ ഏതു വിധേനയും തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി രാവണൻ ഇത്ര വേഗത്തിൽ കുതന്ത്രങ്ങൾ മെനയുകയും നടപ്പിലാക്കുകയും ചെയ്യുവാനുള്ള കഴിവിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാവണൻ പണ്ഡിതനായിരുന്നു, സാമവേദ പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ധാരാളം കാവ്യങ്ങളൊക്കെ രചിച്ചിട്ടുമുണ്ട്. ശ്രീരുദ്ര നടനം പോലെയുള്ള ധാരാളം അതിമനോഹരങ്ങളായിട്ടുള്ള രചനകളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് രാവണൻ. പക്ഷേ ആ അറിവുകളൊക്കെ നിഷ്ഫലമായി പോകുന്നത് ഇത്തരത്തിലുള്ള അധാർമികമായ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും കൂമ്പാരമായ ഒരു വ്യക്തി അധപ്പതിക്കുമ്പോഴാണ്. ഏതു വിധേനയും തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് കരുതുമ്പോൾ അതിനെന്ത് അധർമ്മവും എന്ത് അധാർമികമായ പാതയും സ്വീകരിക്കാൻ മടിക്കാതെ വരുമ്പോൾ ആ വ്യക്തി എത്ര വലിയ ധനികനായിക്കോട്ടെ, എത്ര വലിയ പദവികൾ അലങ്കരിക്കുന്നവനായിക്കോട്ടെ, എത്ര ആൾബലമുള്ളവനായിക്കോട്ടെ, എന്നും ലോകത്തിൻ്റെ കണ്ണിൽ നികൃഷ്ടൻ തന്നെയായിരിക്കും.
അപ്പോൾ നമ്മുടെ ആ ഒരു മൂല്യം നിർണയിക്കുന്നത്, സീതാദേവി വനത്തിൽ കഴിഞ്ഞപ്പോഴും നമുക്കറിയാം, വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴും സീതാദേവി എന്നും ആരാധ്യയായി മാറിയത് തൻ്റെ ആ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. അവിടെ ആൾബലമില്ല, രാജപദവികളില്ല, മറ്റ് സാമ്പത്തികമായ പിൻബലവുമില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, വ്യക്തിപ്രഭാവം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ മനസ്സുകൊണ്ട് ചരിക്കുവാനുള്ള ആ വ്യക്തിപ്രഭാവം. അപ്പോൾ ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നത് തൻ്റെ പിൻബലമായി വർത്തിക്കുന്ന ഘടകങ്ങളെ നോക്കിയിട്ടാണ്. ഏതു വിധേനയും താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്ന, അതിന് എന്തും ചെയ്യുവാൻ മടിക്കാത്ത, തൻ്റെ പിൻബലമായി വർത്തിക്കുന്ന അധാർമികളുടെ അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ ഒരുവനെ സദാ അവൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെയും അധർമ്മിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. മറിച്ച് തന്നോട് അധർമ്മം പ്രവർത്തിച്ചപ്പോഴും ക്ഷമയോടെ ശാന്തതയോടുകൂടി സീതാദേവി അതേ രാവണനോട് പെരുമാറുന്നത് നമുക്ക് കാണാം. രാവണൻ വന്ന് ഘോരമായി അട്ടഹസിക്കുകയും മറ്റുള്ള രാക്ഷസ സ്ത്രീകളോടൊപ്പം സീതാദേവിയെ പലതരത്തിൽ പ്രലോഭിപ്പിക്കാൻ നോക്കുമ്പോഴും സീതാദേവി പൊട്ടിത്തെറിക്കുന്നില്ല. ഉള്ളിൽ രോഷവും സങ്കടവും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ രാമനാമത്തിന്റെ ബലത്തിൽ ശാന്തമായിരിക്കുന്ന സീതാദേവിയെ നമുക്ക് കാണാം. ഒരിക്കൽ പോലും മുഖം തിരിച്ച് രാവണനെ നോക്കുന്നില്ല. ഒരു കോപത്താൽ ദഹിപ്പിക്കാവുന്ന ഒരു നോട്ടം ഒരു പക്ഷേ സീതാദേവിയിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ രാവണൻ പിന്നീട് ഒരിക്കൽ കൂടി പ്രലോഭിപ്പിക്കാൻ വരുവാൻ ഭയക്കുമായിരുന്നു. പക്ഷേ സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുൻപിൽ നിൽക്കുന്ന അധർമ്മികളൊക്കെ തൻ്റെ മുൻപിൽ നിൽക്കുവാനോ തന്നോട് സംസാരിക്കുവാനോ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായി നിശബ്ദമായി ആ മൗനം കൊണ്ട് തന്നെ, പലപ്പോഴും വാക്കുകളേക്കാൾ ശക്തിയുണ്ട് മൗനത്തിന്, ആ മൗനം കൊണ്ട് തന്നെ രാവണനെ നേരിട്ട വ്യക്തിപ്രഭാവമാണ് സീതാദേവിയുടേത്. തൻ്റെ ക്രൂരമായ അട്ടഹാസങ്ങൾക്കോ തൻ്റെ ഭീഷണികൾക്കോ തൻ്റെ കിങ്കരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കിങ്കരികളായിട്ടുള്ള ആ രാക്ഷസ പടകളുടെ ഭീഷണികൾക്കോ വഴങ്ങാതെ നിന്ന സീതാദേവി രാവണനൊരു ഉപദേശം പറയാതെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്ര ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഇളക്കുവാൻ അങ്ങയുടെ ഈ ഘോരമായ ശബ്ദങ്ങൾക്കോ ഈ ക്രൂരമായ ഭീഷണികൾക്കോ സാധ്യമല്ല എന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു. രൂപമേതുമായിക്കോട്ടെ, ഭാവമേതുമായിക്കോട്ടെ, ആ ഭഗവാനിങ്കിലേക്ക് ചേർത്ത് വെച്ച മനസ്സോടു കൂടിയിരിക്കുന്ന ഒരു ഭക്തനെ ഒന്ന് ചലിപ്പിക്കുവാൻ പോലും എത്ര വലിയ സമ്പത്തോ ആൾബലമോ ഉള്ള ഒരാൾ വിചാരിച്ചാലും സാധിക്കുകയില്ല. ഒരു പക്ഷേ അവരുടെ ഈ കായബലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾബലമോ സാമ്പത്തിക ബലമോ ഒക്കെ കൊണ്ട് സീതാദേവിയെ കട്ടുകൊണ്ട് പോയതുപോലെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരുപക്ഷെ കാര്യങ്ങളെ നടപ്പിലാക്കിയേക്കാം.
പക്ഷെ അപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും ചലിപ്പിക്കുവാൻ, അതിനെ വിലയ്ക്ക് വാങ്ങുവാൻ അവരുടെ ഈ ആൾബലം മതിയാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. തന്നെയുമല്ല, അങ്ങനെ നേടിയെടുക്കുന്നതൊക്കെയും നാശത്തിലേക്കുള്ള, തനിക്ക് തന്നെയുള്ള കുഴി കുഴിക്കലാണ് എന്നുകൂടി നമുക്ക് കാണാം. ഇവിടെ രാവണൻ തനിക്ക് അന്യായമായിട്ടുള്ളതിനെയൊക്കെ, തനിക്ക് അവകാശപ്പെടാത്തതൊക്കെയും നേടിയെടുത്തു തൻ്റെ ആൾബലം കൊണ്ട്, മാരീചനിലൂടെ തൻ്റെ കായബലം കൊണ്ട് സീതാദേവിയെ കട്ടുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി അത് നോക്കിയാൽ തൻ്റെയും തൻ്റെ കുലത്തിൻ്റെയും നാശത്തിന് വഴിവെച്ചതും ഈ അന്യായമായ അധാർമികമായ ജീവിതത്തിലെ നേടിയെടുക്കലായിരുന്നു. സീതാദേവിയെ തട്ടിക്കൊണ്ടു പോന്നതായിരുന്നു. ഇതും ഇന്ന് നമ്മുടെ ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു പാഠമാണ്. നമ്മൾ ജീവിതത്തിൽ നേടുന്നത്, ഏറ്റവും പ്രധാനമായും നേടേണ്ടത് ഈ ഒരു ആത്മീയമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിയാണ്. ആ ശക്തി എപ്പോഴാണ് ഉണ്ടാവുക? ശക്തിയുള്ള ഒന്നിനോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ നശിക്കുന്നതായിട്ടുള്ള സർവചരാചരങ്ങളും അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട്, അത് പണമായിരുന്നാലും സമ്പത്തായിരുന്നാലും പദവിയായിരുന്നാലും ആൾബലമായിരുന്നാലും ഒക്കെയും നശിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ഷയത്തോടൊപ്പം നമുക്കും ക്ഷയമുണ്ടാകും. നമ്മുടെ മനസ്സിന് എപ്പോഴും ചാഞ്ചല്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. സമ്പത്താണേലും രാജ്യപദവിയാണേലും ആൾബലമാണെങ്കിലും ഇത് നഷ്ടപ്പെടുമോ, ഇതെങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഇത് കുറയുമോ, ഇത് നാളെ ഇല്ലാതെയാകുമോ തുടങ്ങിയ ചിന്തകൾ മനസ്സിനെ സദാ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറിച്ച് ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് വേർപെടുത്തിക്കൊണ്ട് ശാശ്വതമായ ഈശ്വര ചിന്തയിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുവാൻ കഴിഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു ശക്തി, കാരണം ആ ഈശ്വരൻ എന്നത് ചലിക്കുന്നതല്ല, അത് സത്യമായിട്ടുള്ളതാണ്, ഇളക്കമുള്ളതല്ല. കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമായി നിലകൊള്ളുന്ന ആ ശക്തിയെ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന സൃഷ്ടിക്കപ്പെട്ട ഒരു ചരാചരത്തിനും തൻ്റെ കായബലം കൊണ്ടോ ആൾബലം കൊണ്ടോ സാമ്പത്തികമായ ബലം കൊണ്ടോ തൻ്റെ പദവിയുടെ ബലം കൊണ്ടോ കീഴ്പ്പെടുത്തുവാനാവുന്നതല്ല. അപ്പോൾ ആ ഈശ്വരനെയാണ്, ഭഗവാനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കേണ്ടത്. പ്രതിഷ്ഠിച്ച് സദാ മനസ്സിനെ അവിടേക്ക് ചേർത്ത് വെച്ചാൽ പിന്നെ ഈ ബാഹ്യമായ ഈ പല രൂപത്തിലുള്ള ബലങ്ങളുടെ പേരിൽ മതിച്ചു നടക്കുന്ന ഒരു വ്യക്തിക്കും നമ്മളെ തളർത്തുവാനാകില്ല. നമ്മളെ ഇതേപോലെ രാവണൻ കട്ടുകൊണ്ടു പോയതുപോലെ നമ്മളെ ചിലപ്പോൾ ദ്രോഹിക്കാൻ കഴിഞ്ഞുവെന്ന് വരാം, പക്ഷേ മനസ്സുകൊണ്ട് തളർത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രാമായണം സീതാദേവിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന, സീതാദേവി എങ്ങും തന്നെയും തളർന്നു പോകുന്നില്ല. അപ്പോഴൊക്കെ രാമന്റെ വരവിനായി കാത്തിരിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഹനുമൽ സ്വാമിയോട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് എൻ്റെ രാമൻ വരും എന്നെ കൊണ്ടുപോകുവാൻ, എൻ്റെ രാമദേവൻ വരുന്ന നാളും എണ്ണി ഞാൻ കാത്തിരിക്കുകയാണ്, വരും എന്ന് ശുഭാപ്തി വിശ്വാസമായിരുന്നു. മറിച്ച് രാവണനാകട്ടെ സീതയെ തന്നെ കട്ടുകൊണ്ടുവന്ന് നേടിയെന്ന് തോന്നുമ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എപ്പോഴാവും വരിക, എന്നെ ആക്രമിക്കുമോ, എനിക്ക് നഷ്ടപ്പെടുമോ, സീത എനിക്ക് വഴങ്ങുമോ തുടങ്ങിയ പല പല ചിന്തകൾ മനസ്സിനെ സദാ മഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നേടിയവർക്കല്ല ലാഭം, നേടിയവരല്ല ജീവിച്ചത് ശാന്തമായിട്ട്. പലതും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴും ഈശ്വരനോട് ചേർത്ത് വെച്ച മനസ്സോടുകൂടിയിരുന്ന സീതാദേവി ശാന്തമായിരുന്നു, ശാന്തമായി ഉറങ്ങി. ഉറപ്പായിരുന്നു തന്നെ തൻ്റെ നാഥൻ കൈവിടില്ല എന്ന്. അവിടെയും നമുക്ക് കാണാം സീതാദേവിക്ക് എന്തുകൊണ്ട് ആ ഒരു ഉറപ്പുണ്ടായി. കാരണം ശ്രീരാമൻ എന്ന പതി ആ വനവാസത്തിന് പോയിരുന്ന അത്രയും കാലവും തനിക്ക് തന്നിരുന്ന ഒരു സംരക്ഷണം,
തനിക്ക് തന്നിരുന്ന ഒരു ഉറപ്പ്, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, തന്നിൽ നിന്ന് ഭിന്നയല്ല തൻ്റെ പത്നി എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ശ്രീരാമചന്ദ്ര ഭഗവാൻ കൊടുത്ത ആ ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഒരു കരുതലുണ്ടല്ലോ, അത് സീതാദേവിയിൽ വല്ലാത്തൊരു ശക്തിയായിരുന്നു. സീതാദേവിക്ക് ജീവിതത്തിൽ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോഴും തന്നെ തൻ്റെ നാഥൻ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് അതുകൊണ്ട് സീതാദേവിക്കുണ്ടായിരുന്നു. ആ ഉറപ്പിലായിരുന്നു, ആ ശക്തിയിലായിരുന്നു സീതാദേവിയുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ശാന്തമായി സമാധാനത്തോടു കൂടി സീതാദേവിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു. നേടിയ രാവണന് നിദ്രാഹീനങ്ങളായിട്ടുള്ള രാത്രികൾ സമ്മാനിച്ചത് തൻ്റെ കർമ്മമായിരുന്നു, കർമ്മദോഷമായിരുന്നു. അത് തന്നെയാണ് തൻ്റെ നാശത്തിലേക്ക് വഴിവെച്ചതും. ശ്രീരാമചന്ദ്ര ഭഗവാന് പല സമയങ്ങളിലും ധർമ്മത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചുകൊണ്ടിരുന്ന സീതാദേവി, ശ്രീരാമചന്ദ്ര ഭഗവാൻ ആ വാക്കുകൾക്ക് ചെവി കൊടുത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ധർമ്മം എന്താണെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരിക്കലും തൻ്റെ പത്നിയെ നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ എന്ന ഭാവത്തിൽ സമീപിച്ചിട്ടില്ല. ക്ഷമയോടുകൂടി സീതാദേവിയുടെ വാക്കുകൾ കേൾക്കുവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്നും ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്നാൽ രാവണപത്നിയായിട്ടുള്ള മണ്ഡോദരി ഉപദേശം കൊടുക്കുന്നുണ്ട്, നാഥ അങ്ങ് സീതയെ തിരിച്ചേൽപ്പിക്കൂ, ഇത് നമ്മുടെ നാശത്തിനാണല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പല പല തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. രാമൻ സാധാ മനുഷ്യനല്ല, വെറുമൊരു മനുഷ്യനല്ലാത്ത രാമൻ സാക്ഷാൽ നാരായണമൂർത്തിയാണ്, ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് തന്നെ അങ്ങയെ ഇല്ലാതെയാക്കാനാണ് തുടങ്ങിയ ഉപദേശങ്ങൾ കൊടുക്കാൻ ചെല്ലുന്ന മണ്ഡോദരിയെ ഇനിയും എൻ്റെ മുൻപിൽ നിന്ന് ഇത്തരം ഒരു വാക്കുപോലും നീ ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞ് വാളോങ്ങി ചെല്ലുന്ന രാവണനെയും കാണാം. അവിടെയും പതിയാണ്, പക്ഷേ മറന്നുപോയിരിക്കുന്നു തൻ്റെ ഉള്ളിലെ ധാർഷ്ട്യം, അഹങ്കാരം, പതി എന്നുള്ള ഒരു ധർമ്മം, പത്നിക്ക് കൊടുക്കേണ്ടുന്ന അംഗീകാരം, സംരക്ഷണമൊക്കെ മറന്നുപോയിരിക്കുന്നു. ഇങ്ങനെ ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന മനുഷ്യരെ തന്നെയാണ് രാമായണത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തിനാണ് ഇന്നത്തെ കാലത്തപ്പോൾ രാമായണം പഠിക്കുന്നത്, വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആകരുത് എന്ന് രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വാൽമീകി മഹർഷി. ഈ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സീതാദേവിയെ പോലെ ഈശ്വരനിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുവാൻ നമുക്കുമൊക്കെ കഴിഞ്ഞാൽ ബാഹ്യമായ ഒരു ശക്തിക്കും നമ്മളെ തളർത്തുവാനാകില്ല. നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയലാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈശ്വരൻ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ അതിനെ മറന്നുകൊണ്ട് ഈ ദേഹമാണ് താനെന്ന് കരുതി തൻ്റെ കഴിവിലും തൻ്റെ ശക്തിയിലും വല്ലാതെ ഭ്രമിച്ച് അഹങ്കാര ബുദ്ധിയോടുകൂടി കഴിയുന്നവരാണ് മനുഷ്യരൊക്കെ. അതിൽ നിന്ന് മാറി ഈ ദേഹത്തിനുള്ളിലെ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് തൻ്റെ ശക്തി അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നും തന്നെയും ജീവിതത്തിൽ നമ്മളെ വല്ലാതെ കീഴടക്കുകയില്ല. അതില്ലാതെ വരുമ്പോഴാണ് ഇന്ന് നമുക്കറിയാം പലതരത്തിലുള്ള അരുതായ്മകളും ഇന്ന് ചെറിയ കുട്ടികൾ മുതലേ നമുക്ക് സമൂഹത്തിൽ കാണാനാവുന്നതാണ്. മദ്യമായാലും മയക്കുമരുന്നായാലും പലതരത്തിലുള്ള അധാർമിക ചിന്തകളും വരുന്നത് തൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാതെ മനസ്സെവിടെ
വീക്കാവുന്നുവോ, എപ്പോഴൊക്കെയാണ് അതിന് ക്ഷീണം സംഭവിക്കുന്നത്, അഥവാ അതിൻ്റെ ശക്തി ചോർന്നു പോകുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്നെ ഈ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ, എനിക്ക് ഇതിനെ മറികടക്കാൻ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതികൂല സാഹചര്യത്തെ ശാന്തമായി നേരിടുവാനാകാതെ മദ്യത്തിലും മയക്കുമരുന്നിലുമൊക്കെ അഭയം പ്രാപിക്കുന്ന ഇന്നത്തെ മനുഷ്യർ, അത് തലമുറ എന്ന് തന്നെ പറഞ്ഞുകൂടാ. കാരണം മുതിർന്നവരുമൊക്കെയും ഇന്ന് ഈ ഒരു രീതിയിൽ വഴിതെറ്റി പോകുന്നത് ഈ ഒരു ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, ആത്മീയമായ വിചാരം ഉള്ളിലില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഒടുവിലോ ആത്മീയമായ വിചാരങ്ങളിലൂടെ ഉള്ളിൽ നേടിയെടുക്കുന്ന ആ ശക്തി, ഉള്ളിൽ ഉണ്ടാക്കി തരുന്ന ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുവാനും കൂടുതൽ ശാന്തമായും ക്ഷമയോടെയും ജീവിതത്തെയും സാഹചര്യങ്ങളെയും നേരിടാൻ പഠിക്കുമ്പോൾ, ജീവിതം ശാന്തിപൂർണമാക്കുമ്പോൾ, അശാന്തമായ മനസ്സോടുകൂടി കഴിയുന്ന, ആത്മീയ വിചാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, തൻ്റെ കഴിവിലും തൻ്റെ സമ്പത്തിലും ഭ്രമിച്ചു നടക്കുന്ന ഇത്തരക്കാർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ ആശ്രയിക്കുന്നു. അപ്പോഴാകട്ടെ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയിക്കുന്നില്ല എന്ന് തന്നെയല്ല, തൻ്റെ തന്നെ സ്വബോധത്തെ കെടുത്തിക്കൊണ്ട് ഉറക്കി വിടുന്നതിന്, ഒരു ഉപബോധ തലത്തിലേക്ക് നിദ്രാവിവശരായി കഴിയുന്നതിന് കാരണമായിത്തീരുന്നു. ആത്മീയത ഉണർന്നു പ്രവർത്തിപ്പിക്കുമ്പോൾ ആത്മീയ വിചാരമില്ലാത്തവർ തൻ്റെ തന്നെ ബോധത്തെ മറച്ചുകൊണ്ട് അശാന്ത മനസ്സോടുകൂടി ഈ ലോകത്ത് ജീവിക്കുന്നു. നമുക്കറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാൻ രാജകുമാരനായിരുന്നു, രാജകൊട്ടാരത്തിൽ വളർന്നതാണ്. അവിടെ നിന്നും കാനനവാസത്തിനായി പുറപ്പെടുന്ന സമയത്ത്, കാനനത്തിൽ നമുക്ക് കാണാം, അതും ഘോരവനങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ജീവിതത്തിൽ ഏറെ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. എങ്ങും തന്നെയും ഞാൻ എങ്ങനെ ഇതിനെ നേരിടും എന്ന് കരുതി തളർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പ്രതിബന്ധങ്ങളെയൊക്കെയും ധീരമായി നേരിടുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആ ഘോരവനത്തിനുള്ളിലും തൻ്റെ കൂടെയുള്ള ആ ശക്തി, അത് പദവിയുടെയോ സമ്പത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ ശക്തിയല്ല, തൻ്റെ ഉള്ളിലെ ധാർഷ്ട്യമല്ല, അഹങ്കാരമല്ല, മറിച്ച് അപ്പോഴും തൻ്റെ നിത്യചര്യകൾ മുടക്കാതെ ഈശ്വരീയ കർമ്മങ്ങളിൽ കൂടി സഞ്ചരിച്ച, സജ്ജനങ്ങളുമായി സംസർഗം ഉണ്ടാക്കിയെടുത്ത, നമുക്കറിയാം ധാരാളം മഹർഷിമാരെ ആ വനവാസ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, കാണാൻ ആഗ്രഹിച്ച് അവരെ തേടി എത്തുന്നുണ്ട്. അഗസ്ത്യ മഹർഷിയാണേലും വാൽമീകി മഹർഷിയാണേലും അത്രി മഹർഷിയാണെങ്കിലും തുടങ്ങി ധാരാളം സജ്ജനങ്ങളുമായിട്ട് ഒക്കെ സദാ കൂടിക്കാഴ്ച നടത്തി അവരിലൂടെ സദാ ആ ഈശ്വരീയത ഉള്ളിൽ നിറച്ചുകൊണ്ടു പോകുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ, നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകുവാതെ, നമ്മുടെ നിത്യകർമ്മങ്ങൾ നിത്യചര്യകൾ മുടക്കാതെ എങ്ങനെ ശാന്തരായി ശക്തരായി മുന്നോട്ട് പോകാമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്തിന് തളർന്നിരുന്ന് കളയണം നമ്മുടെ ജീവിതം? എന്തിന് സ്വബോധത്തെ മറച്ചുകൊണ്ട് മറ്റുള്ള ഉപാധികളിലൂടെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ അധാർമിക മാർഗങ്ങളിലൂടെ സ്വബോധത്തെ ക്ഷയിപ്പിച്ച് താൻ സ്വയം ചെറുതായി ഉള്ളിലേക്ക് വലിഞ്ഞ നിദ്രാവിവശരായി എന്തിന് ജീവിതം കഴിച്ചു കൂട്ടണം, ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് കാണിച്ചു തരുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ.
ഇവിടെ ഈ സജ്ജനങ്ങളുടെ സംസർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വാൽമീകി മഹർഷി തൻ്റെ കഥ പറയുന്ന ഒരു വേള അവിടെ വാൽമീകി മഹർഷി ഒരു ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത്. പക്ഷെ പിന്നീടുള്ള കൂട്ടുകെട്ട് കിരാതന്മാരുമായി ആയിട്ടായതുകൊണ്ട്, അഥവാ ഈ കാട്ടാളന്മാരുമായിട്ടായി പോയതുകൊണ്ട് തൻ്റെ സംസർഗം കൊണ്ട് തൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് താനും അതേപോലെ ഒരു കിരാതനായി മാറിയപ്പോൾ കാട്ടിൽ വന്ന് ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടെ തൻ്റെ ആ ഒരു കാട്ടാളത്തരവുമായി കഴിഞ്ഞ വാൽമീകി മഹർഷി വീണ്ടും സപ്തർഷികളുമായി സംസർഗമുണ്ടായപ്പോൾ രാമായണം എന്ന ഒരു മഹാകാവ്യം രചിക്കുന്നതിലേക്ക് ആത്മീയമായി ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ സംസർഗം, നമ്മുടെ സംസർഗം ആരുമായിട്ടാണോ അവരുടെ സ്വാധീനം നമ്മളിലെ വാസനകളെ, നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിക്കുമെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ചതും വളർന്നതുമൊക്കെ എത്ര സംസ്കാരമുള്ള ഒരു കുടുംബത്തിലായിരുന്നാലും നമ്മുടെ സംസർഗം മോശമായിരുന്നാൽ നമ്മുടെ വാസനകളെ അത് ദുഷിപ്പിക്കും എന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ജനനം കൊണ്ട് മാത്രമല്ല ഒരു വ്യക്തി സംസ്കാര സമ്പന്നനാവുന്നത്, സംസർഗം കൂടി നന്നായിരിക്കണം. എങ്കിലേ ജന്മം കൊണ്ട് കിട്ടുന്ന സംസ്കാരത്തെ നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. ഇനിയും ഇടയ്ക്ക് വഴിതെറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ, വാൽമീകി മഹർഷിക്ക് ഇടയ്ക്ക് സംസർഗം കൊണ്ട് ആ സംസ്കാരത്തിന് ക്ഷയമുണ്ടായെങ്കിലും പലപ്പോഴും നമുക്കറിയാം, പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇനിയും ഞാൻ എങ്ങനെയാ മാറുക, എനിക്ക് മാറാൻ കഴിയില്ല. നോക്കൂ, കാട്ടാളനായിരുന്ന വാൽമീകി മഹർഷിക്ക് ഇത്രയും വലിയ ഒരു ഗ്രന്ഥം രചിക്കുന്ന വിധത്തിലേക്ക് ഉള്ളിൽ അത്രയേറെ ആത്മീയമായ ഒരു സംസ്കാരം ഉണ്ടായെങ്കിൽ, വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, സജ്ജനങ്ങളെ നമുക്കുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടോ സംസർഗം കൊണ്ടോ നമ്മുടെയൊക്കെ കാലിടറി പോയിട്ടുണ്ടെങ്കിലും തിരികെ വരുവാൻ കഴിയും. നമുക്ക് സജ്ജന സംസർഗം കൊണ്ട്, സദ്വിചാരം കൊണ്ട് മാറ്റിയെടുക്കുവാൻ കഴിയും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. മനസ്സിനെ അതിനോടൊന്നും ചേർത്ത് വെക്കാതെ ഈശ്വരീയമായ വിചാരങ്ങളിൽ മനസ്സിനെ മുഴുകിച്ചിരുത്തുവാൻ കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളോട് മനസ്സിനെ ചേർത്ത് വെക്കാതെ ശാന്തമായി പൂർവാധികം ശക്തിയായിട്ട് നമുക്ക് ജീവിതത്തെ ശാന്തിപൂർണമായി നയിക്കുവാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു യാത്ര പോകുന്നു നമ്മുടെ സ്വന്തം വാഹനത്തിൽ എന്നിരിക്കട്ടെ. അവിടെ യാത്രാമധ്യേ നമ്മൾ കാണുന്നു, നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത്, നമുക്കറിയാം കുട്ടികളൊക്കെ ഈ ബബിൾ ഗം പോലെ ഓരോന്ന് വായിലിട്ട് ചവച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു വയ്ക്കും അല്ലേ. അങ്ങനെ ഒരു ബബിൾ ഗം ആരോ, നമ്മുടെ കുട്ടികളോ ആരോ അവിടെ ഒട്ടിയിരിക്കുന്നു എന്നിരിക്കട്ടെ ആ സീറ്റിൽ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ മുൻപിൽ 3 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അതിൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് യാത്ര തുടരുക. ഏതായാലും വാഹനം അവിടെ ഉപേക്ഷിച്ച് നമുക്ക് പോക വയ്യ. അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ പുറത്തിരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. അതല്ല എങ്കിൽ നമ്മൾ
ഒരു പേപ്പറോ ഒരു ടിഷ്യൂ എന്തെങ്കിലും കൊണ്ട് അതെടുത്ത് കളഞ്ഞ് യാത്ര തുടരാം. അതുമല്ല എങ്കിൽ അതിനോടൊട്ടാതെ ഇരുന്നു കൊണ്ട് അതേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളും. ചില ആളുകൾ ആ പ്രശ്നങ്ങളുടെ മുകളിൽ ഒട്ടിയിരുന്ന് സദാസമയം ആ പ്രശ്നങ്ങളിൽ മനസ്സിനെ ചേർത്ത് വെച്ച് ദുരിതപൂർണമാക്കും ജീവിതം. ചില ആളുകളാകട്ടെ ആ പ്രശ്നങ്ങളെ ടിഷ്യൂ കൊണ്ട് ബബിൾഗം എടുത്ത് കളഞ്ഞ് യാത്ര തുടരുന്നത് പോലെ ആ പ്രശ്നങ്ങളെ തനിക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് വീണ്ടും അതിനോട് ഒട്ടലില്ലാതെ മുന്നോട്ട് പോവുക. തനിക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ, അതിന് പരിഹാരം തൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് തനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. എന്നിട്ട് ശാന്തമായി മുന്നോട്ട് പോവുക. പിന്നീട് മനസ്സിലതില്ല, മനസ്സ് അതിനോട് ചേർത്ത് വെച്ചിട്ടില്ല, വീണ്ടും ശാന്തമായ മനസ്സുമായിട്ട് യാത്ര തുടരും. ഇനി മൂന്നാമതൊരു കൂട്ടരാകട്ടെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുമ്പോഴും, പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും മനസ്സിനെ അതിനോട് ചേർക്കാതെ പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന് ശാന്തമായി യാത്ര മുന്നോട്ട് കൊണ്ടുപോകും. സജ്ജനങ്ങളെ, ഇതിലേതു വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ ആ തീരുമാനമാണ് നമ്മളെന്ന വ്യക്തിയിലെ വ്യക്തിപ്രഭാവത്തെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുന്നത്. ആ തീരുമാനങ്ങളാണ്, ആ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ്, ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നമ്മളെ ബഹുമാന്യരാക്കുന്നതും നമ്മളെ നിന്ദ്യരാക്കുന്നതും. ഇത് രാമായണം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പ്രശ്നങ്ങളുടെ നടുക്കിയിരിക്കുമ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും അതിനോട് വല്ലാതെ അങ്ങോട്ട് ഒട്ടിയിരുന്നില്ല. മറിച്ച് ഓരോരോ ഘട്ടങ്ങളിലും തങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ട്. അപ്പോഴും മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള അധർമ്മ വിചാരങ്ങളിലേക്കൊന്നും മനസ്സ് പോകാതെ മുന്നോട്ട് കൊണ്ടുപോയി. ഇത് നമുക്കും ചെയ്യാൻ കഴിയും. കുട്ടികളാകട്ടെ മുതിർന്നവരായിക്കോട്ടെ അധാർമികമായ ഉപാധികളിലൂടെ തങ്ങളുടെ ബോധത്തെ നശിപ്പിച്ച് ജീവിതം കളയാതെ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലിരിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾക്ക് തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്യുക. ഇല്ലയോ, അതിനോട് ഒട്ടിച്ചു വെക്കാതെ, മനസ്സിനെ അതിനോട് സംഘം വരാതെ ചേർത്ത് വെക്കാതെ ശാന്തമായി മനസ്സിനെ മുന്നോട്ട് നയിക്കട്ടെ. അതിന് ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും സീതാദേവിയുടെയും ഹനുമൽ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. ജയ ശ്രീരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.